നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. അഹമ്മദാബാദ് വിമാന ദുരന്തമുണ്ടായിട്ട് ഇന്നേക്ക് ഒരു മാസം തികയുമ്പോൾ നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫായതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തലസ്ഥാനത്തുണ്ട്. കേരള സർവകലാശാലയിൽ ഇപ്പോഴും അതുപോലെ തുടരുകയാണ്. ഈ വാർത്തകളിലേക്കൊക്കെ വരാം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലെ പ്രാഥമിക റിപ്പോർട്ട് പുറത്ത്. ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫായത് അപകട കാരണം. പറന്നുയർന്ന് 32 സെക്കൻഡുകൾക്കകം എഞ്ചിനുകൾ നിലച്ചു. എന്തിന് ഓഫ് ചെയ്തുവെന്ന പൈലറ്റിന്റെ ചോദ്യവും താൻ ഓഫ് ചെയ്തില്ലെന്ന സഹ പൈലറ്റിന്റെ മറുപടിയും കോക്പിറ്റിന്റെ വോയിസ് ബോക്സിൽ. വിമാന ദുരന്തമുണ്ടായിട്ട് ഇന്നൊരു മാസം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്ത്. BJP ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യും. 1.25 ലക്ഷം പേർ പങ്കെടുക്കുന്ന വാർഡ് തല പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 1.5 ലക്ഷത്തോളം പേർ വെർച്വലായി സമ്മേളനത്തിന്റെ ഭാഗമാകും. സംസ്ഥാന നേതൃയോഗത്തിലും പങ്കെടുക്കും. കേരള സർവകലാശാലയെ ഭരണസ്തംഭനത്തിലേക്ക് തള്ളിവിട്ട് VC രജിസ്ട്രാർ പോര്. രജിസ്ട്രാർ പദവി ഏറ്റെടുക്കാൻ താൽപര്യമില്ലെന്നറിയിച്ച മിനി കാപ്പൻ. VC മോഹനൻ കുന്നുമ്മലിന്റെ തീരുമാനം നിർണായകം. ഉടൻ സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന് ഇടതകങ്ങൾ. സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിനെതിരെ കാന്തപുരം വിഭാഗം സമരത്തിനില്ല. ഇപ്പോൾ നടക്കുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന സമസ്ത സുന്നി AP വിഭാഗം. അമ്പലപ്പുഴയിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച KSRTC ബസ് സ്റ്റേഷൻ കെട്ടിടം നോക്കുകുത്തി. അധികൃതരുടെ അനാസ്ഥ മൂലം കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളം. മഴയും വെയിലുമേറ്റ് യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത് പെരുവഴിയിൽ. ലോർഡ്സ് ടെസ്റ്റിൽ ഇന്ത്യ ഭേദപ്പെട്ട നിലയിൽ. 2ാം ദിനം കളി നിർത്തുമ്പോൾ 3 വിക്കറ്റിന് 145 റൺസ് എന്ന നിലയിൽ. KL രാഹുലും ഋഷഭ് പന്തും ക്രീസിൽ. അഹമ്മദാബാദ് വിമാന ദുരന്തം സംഭവിച്ചിട്ട് ഒരു മാസം പിന്നിടുമ്പോൾ ദുരന്തം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്നു. വിമാനം ആകാശത്ത് പറന്നുയർന്ന് 32 സെക്കൻഡുകൾക്കകം 2 എഞ്ചിനുകളുടെയും പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. ഇന്ധനം വരുന്ന സ്വിച്ചുകൾ ഉടൻ പ്രവർത്തിക്കും മുൻപേ വിമാനം തകർന്നു വീണുവെന്നും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിച്ചു. വിമാനം പറന്നുയർന്ന 600 അടി ഉയരത്തിലെത്തിയപ്പോൾ തന്നെ എഞ്ചിനുകളിലേക്ക് ഇന്ധനം വരുന്ന സ്വിച്ചുകൾ ഓഫായി. എഞ്ചിന്റെ പ്രവർത്തനം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. തുടർന്ന് അടിയന്തരമായി പൈലറ്റുമാർ എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നതിൽ അവ്യക്തത തുടരുകയാണ്. പൈലറ്റുമാർക്കിടയിൽ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല എന്ന സംശയമാണ് കോക്പിറ്റിൽ നിന്നുള്ള വോയിസ് ഓവറിൽ നിന്ന് ലഭിക്കുന്നത്. ഇന്ധനം വരുന്ന സ്വിച്ചുകൾ എന്തിന് ഓഫ് ചെയ്തുവെന്ന പൈലറ്റിന്റെ ചോദ്യവും താൻ ഓഫ് ചെയ്തില്ല എന്ന സഹ പൈലറ്റിന്റെ മറുപടിയും കോക്പിറ്റിലെ വോയിസ് ബോക്സിലുണ്ട്. പിന്നീട് ഇന്ധനം വരുന്ന സ്വിച്ചുകൾ 4 സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനു മുൻപ് വിമാനം തകർന്നു വീണുവെന്നും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം തന്നെ റാം എയർ ടർബൻസും ഓൺ ആയിരുന്നുവെന്നാണ് മറ്റൊരു കണ്ടെത്തൽ. വിമാനത്തിലെ വൈദ്യുതി ഹൈഡ്രോളിക് സർക്യൂട്ട് പ്രവർത്തനക്ഷമമല്ലാതാകുമ്പോഴാണ് റാറ്റ് പ്രവർത്തിക്കുന്നത്. ചുരുക്കത്തിൽ 2 എഞ്ചിനുകളും ഒരേ സമയം നിശ്ചലമായി എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അപകട സമയത്ത് 230 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. 15 പേർ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തിരുന്നു. ഉച്ചയ്ക്ക് 2:09 മെയ്ഡേ കോൾ എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് വന്നിരുന്നുവെങ്കിലും തിരിച്ച് കോക്പിറ്റിലേക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം അഹമ്മദാബാദിന് സമീപം തകർന്നു വീഴുകയായിരുന്നു. സ്വിച്ചുകൾ എങ്ങനെ ഓഫായി എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലുണ്ട്. പുതിയ BJP ആസ്ഥാനം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. വാർഡ് സംഗമത്തെ അഭിസംബോധന ചെയ്യും. ഉച്ചയ്ക്ക് ചേരുന്ന സംസ്ഥാന നേതൃയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ആതിര, ഇന്ന് അമിത്ഷാ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ഏതൊക്കെ പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കുക? മായ,
കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തലസ്ഥാനത്തെത്തിയിരിക്കുന്നു. ഏകദേശം രാത്രി 12:15 കൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലെത്തിയത്. BSFിൻ്റെ പ്രത്യേക വിമാനത്തിലാണ് അദ്ദേഹം തലസ്ഥാന നഗരത്തിലെത്തിയത്. രാത്രി 10 മണിയോടുകൂടി എത്തുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നതെങ്കിലും പിന്നീട് 12:15 കൂടി എത്തുമെന്ന് അറിയിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം 12:15 BSFിൻ്റെ പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങി. ഇന്ന് അദ്ദേഹത്തിന് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് BJPയുടെ സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. അരിസ്റ്റോ ജംഗ്ഷനിലുള്ള BJPയുടെ സംസ്ഥാന കാര്യാലയം അദ്ദേഹം 11 മണിയോടുകൂടി കാര്യാലയത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിനായി എത്തുകയും അദ്ദേഹം ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും. അതിനുശേഷം അദ്ദേഹം വൃക്ഷത്തൈ നടുകയും അവിടെ തന്നെ വൃക്ഷത്തൈ നടുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം KG മാരാറിൻ്റെ ഈ സംസ്ഥാന കാര്യാലയത്തിൽ തന്നെ നടുത്തളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള KG മാരാറുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. അതിനുശേഷം ഏകദേശം 11:30 അദ്ദേഹം 11:30 പുത്തരിക്കണ്ടം മൈതാനത്ത് വാർഡ് തല നേതൃസംഗമം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ 5000 വാർഡ് സമിതികളിലെ 25,000 പേർ പങ്കെടുക്കുന്ന നേതൃസംഗമമാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക. അതിനുശേഷം റവന്യൂ ജില്ലകളിലെ 5-അംഗ വാർഡ് സമിതി അംഗങ്ങളും പഞ്ചായത്ത് മുതൽ ജില്ലാതലം വരെയുള്ള നേതാക്കളും അതാത് പഞ്ചായത്ത് ഏരിയ തലങ്ങളിലെ വെർച്വലായി തിരുവനന്തപുരം സമ്മേളനത്തിൻ്റെ ഭാഗമാകുകയും ചെയ്യും. ഏകദേശം 1.5 ലക്ഷത്തോളം പേർ ഈ വെർച്വലായി തിരുവനന്തപുരം സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം BJP സംസ്ഥാന നേതൃയോഗത്തിലും അമിത് ഷാ പങ്കെടുക്കും. ഈ ഒരു നേതൃമാറ്റമൊക്കെ വന്നതിന് ശേഷം ആദ്യമായിട്ടുള്ളൊരു നേതൃയോഗമാണ്. അതിലും അമിത് ഷാ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ നേതൃയോഗത്തിലൊക്കെ ചർച്ചയാകുക. അതിനുശേഷം അദ്ദേഹം കണ്ണൂരിലേക്ക് തിരിക്കും. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്ര ദർശനത്തിനായി അദ്ദേഹം കണ്ണൂരിലേക്ക് പോകും. ഏകദേശം 5 മണിയോടുകൂടിയാണ് അദ്ദേഹം കണ്ണൂരിലെത്തുക. കണ്ണൂർ വിമാനത്താവളത്തിലെത്തുകയും അവിടെ വെച്ച് BJP പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കും. ആ സ്വീകരണത്തിന് ക്ഷേത്രമായിരിക്കും അദ്ദേഹം ക്ഷേത്ര ദർശനത്തിലേക്ക് പോവുക. അതിനുശേഷം സന്ദർശനം കണക്കിലെടുത്ത് എത്രത്തോളം സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്, അതുപോലെ തന്നെ ഈ നഗരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? കാരണം 25,000 ആളുകളൊക്കെ പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലോ. ആ രീതിയിൽ സുരക്ഷയൊക്കെ കൂട്ടിയിട്ടുണ്ടോ? ഒപ്പം എന്തൊക്കെ നിയന്ത്രണങ്ങളൊക്കെയാണ് നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? തന്നെ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പോലീസും ങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഈ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിലാണ് ഈ സംസ്ഥാന കാര്യാലയം BJPയുടെ സംസ്ഥാന കാര്യാലയം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 8 മണി മുതൽ തമ്പാനൂർ മുതൽ പുത്തിരിക്കണ്ടം വഴികളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ളൊരു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈഞ്ചക്കൽ, പുത്തിരിക്കണ്ടം, കിഴക്കേക്കോട്ട മുതലായ സ്ഥലങ്ങളിൽ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ളൊരു പോലീസ് സന്നാഹം തന്നെ ഈ വഴികളിലൊക്കെ തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ഇന്നലെ മുതൽ തന്നെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നു. കാരണം അമിത് ഷാ വന്നിറങ്ങുന്ന സമയം മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ 25,000-ഓളം പേർ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു സുരക്ഷാ ക്രമീകരണമാണ് തലസ്ഥാന നഗരത്ത് സജ്ജമാക്കിയിട്ടുള്ളത്. ഈ മാധ്യമങ്ങൾക്ക് പോലും പ്രത്യേക പാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുവാനും മറ്റും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരം നഗരത്തിൽ വലിയ രീതിയിലുള്ളൊരു ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 5 മണിയോടുകൂടി അദ്ദേഹം കണ്ണൂരിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കണ്ണൂരിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ 5 ദിവസം ഇന്നലെ മുതൽ തന്നെ വലിയ രീതിയിൽ ഒരു സുരക്ഷാ ക്രമീകരണമാണ് തളിപ്പറമ്പിലും മറ്റും ഏർപ്പെടുത്തിയിരിക്കുന്നത്. 3 ദിവസത്തേക്ക് ഡ്രോണുകൾ, ഹോട്ട് ബലൂണുകൾ, ആളില്ലാ വിമാനങ്ങൾ തുടങ്ങിയവ ഈ പരിസരത്ത് പറപ്പിക്കുന്നതിന് നിരോധനം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അമിത് ഷാ ഈ തിരുവനന്തപുരം നഗരത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയാണ് അദ്ദേഹം എല്ലാ പരിപാടിയിലും പങ്കെടുക്കുക. 11 മണി മുതൽ അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കും. എന്നാൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ അദ്ദേഹം ഏകദേശം 3:30 ഇവിടെ നിന്നും കണ്ണൂരിലേക്ക് പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ രാവിലെ 8 മണി മുതൽ 4 മണി വരെ നഗരത്തിൻ്റെ പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണവും സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കണ്ണൂരിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 7:30 അദ്ദേഹം ഡൽഹിയിലേക്ക് തിരികെ മടങ്ങും. അതുവരെ നഗരത്തിൽ
വലിയ രീതിയിലുള്ളൊരു സുരക്ഷയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സുരക്ഷ കണക്കിലെടുത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മായ, അതിര, ഈ വാർഡ് തല നേതൃസംഗമത്തിലൂടെ പാർട്ടി അതിൻ്റെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരു പോരാട്ടം തുടങ്ങുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസമൊക്കെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ഒപ്പം നേതൃയോഗം കൂടി ചേരാനിരിക്കുന്നു. അമിത്ഷാ അതിൽ പങ്കെടുക്കുകയും ചെയ്യും. പുതിയ അധികാര നേതൃത്വം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം പാർട്ടി ഇപ്പോഴേ ശക്തമാക്കുന്നു എന്ന് വേണ്ടേ കരുതാൻ? ഈ BJPക്ക് ഒരു സംസ്ഥാന കാര്യാലയം എന്നത് ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി തന്നെ ആ കാര്യാലയത്തിൻ്റെ പണി ആരംഭിക്കുന്നത് മുതൽ തന്നെ BJP ഈ കേരളത്തിൽ അവരുടെ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ശക്തമായൊരു അടിത്തറ പാകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ആസ്ഥാനം തന്നെ പണിതത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ആസ്ഥാനത്തിൻ്റെ പണി ആരംഭിച്ച ഉടൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയായിരുന്നു ഈ ആസ്ഥാനത്തിന് തറക്കല്ലിട്ടത്. ആ ഒരു സമയം മുതൽ തന്നെ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചൂണ്ടിക്കാണിച്ചതും അതുതന്നെയാണ്. ഇത്തരത്തിൽ കേരളത്തിലൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിനെയൊക്കെ നേരിടാൻ ഒരു കേരളത്തിലൊരു രാഷ്ട്രീയ അടിത്തറ ഉണ്ടാക്കുക, അതിനുവേണ്ടിയാണ് ഇത്തരത്തിലൊരു ദീർഘനാളത്തെ സ്വപ്നമായ ഈ ആസ്ഥാനം ഉൾപ്പെടെ പണി കഴിപ്പിക്കുന്നത് എന്ന്. ഈ ആസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു പ്രത്യേക മുറി ഉണ്ടാകുമെന്ന ചോദ്യങ്ങൾക്കൊക്കെ തന്നെ അന്ന് പ്രതികരിച്ചിരുന്നു. തീർച്ചയായും കേരളത്തിൽ BJPക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും എന്ന തരത്തിൽ അന്ന് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഒരു പുതിയ നേതൃസംഗമം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, ആ ഒരുക്കങ്ങളുടെ മുന്നോടിയായാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുന്നത്. സംസ്ഥാന കാര്യാലയ ഉദ്ഘാടനത്തിനാണ് അദ്ദേഹം എത്തുന്നതെങ്കിലും ഈ നേതൃസംഗമത്തിൽ ഉൾപ്പെടെ അദ്ദേഹം പങ്കെടുക്കുന്നു. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അതിനുള്ള ഒരു പ്രചരണ പരിപാടി എന്ന നിലയ്ക്കാണ് നിലവിൽ ഈ നേതൃസംഗമ ഉദ്ഘാടനവും അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതും. കേരളത്തിൽ BJPയുടെ ഒരു തെരഞ്ഞെടുപ്പിനുള്ള ആദ്യ ചുവടുവയ്പ്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള ആദ്യ ചുവടുവയ്പായാണ് ഇപ്പോൾ നിലവിൽ ഈ നേതൃസംഗമത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. ഈ വാർഡ് തല നേതൃസംഗമം 25,000 പേർ ഇവിടെ പുത്തിരിക്കണ്ടം മൈതാനിയിലെത്തും. 1.5 ലക്ഷത്തോളം പേർ വെർച്വലായും പങ്കെടുക്കുന്നു എന്നുള്ളത് ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ടെത്തി ഈ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നു. ഈ കേരളത്തിൽ BJPക്ക് ഉണ്ടാകുന്ന ഒരു BJP തെരഞ്ഞെടുപ്പിനെ എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു, എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശക്തമായി BJP മുന്നിലുണ്ടാവും. ഈ കേരളത്തിൽ ഇരു പാർട്ടികൾക്കൊപ്പം ശക്തമായ നിലയിൽ തന്നെ BJPയും രംഗത്തുണ്ടാകുമെന്നതിനുള്ള സൂചനയാണ് നിലവിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ രംഗത്തെത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള പ്രചരണത്തിനൊരു തുടക്കം കുറിക്കുന്ന തരത്തിൽ ഈ ഒരു നേതൃസംഘവും മറ്റും മാറുന്നതുമായ. ഏതായാലും കേരളത്തിൽ BJP ശക്തമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ശരി, BJP പ്രവർത്തകർക്കൊക്കെ ആവേശമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തലസ്ഥാനത്തുണ്ട്. പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യും. ഒപ്പം വിവിധ പരിപാടികളിലടക്കം പങ്കെടുക്കുകയും ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പിനെയൊക്കെ നേരിടാനുള്ള ഒരു ഊർജ്ജമായി പാർട്ടിക്ക് അമിത്ഷായുടെ സന്ദർശനവും ഒപ്പം അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിലൂടെയൊക്കെ സാധിക്കും. ആതിരയാണ് വിവരങ്ങൾ നൽകിയത്. അമ്പലപ്പുഴയിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച KSRTC ബസ് സ്റ്റേഷൻ കെട്ടിടം ഇന്ന് നോക്കുകുത്തിയാണ്. യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നതാകട്ടെ മഴയും വെയിലുമേറ്റ് പെരുവഴിയിലും. അധികൃതരുടെ അനാസ്ഥ മൂലം അമ്പലപ്പുഴ കച്ചേരിമുക്കിലെ KSRTC സ്റ്റേഷൻ കെട്ടിടം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. 2013 KC വേണുഗോപാൽ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ ചെലവിട്ടാണ് അമ്പലപ്പുഴയിൽ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് കെട്ടിടവും യാത്രക്കാർക്ക് വിശ്രമ കേന്ദ്രവും നിർമ്മിച്ചത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി പ്രത്യേകം ശുചിമുറികളും ഒരുക്കി. ഉദ്ഘാടനം നടന്ന ഏതാനും വർഷങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ഈ കെട്ടിടത്തിന്റെ പ്രവർത്തനം നിലച്ചു. മദ്യപരുടെയും സാമൂഹ്യവിരുദ്ധരുടെയും താവളമായി മാറിയതോടെ യാത്രക്കാർ ഇങ്ങോട്ട് വരാതായി. ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന കുട്ടികളടക്കമുള്ള യാത്രക്കാർ KK കുഞ്ചുപിള്ള സ്മാരക സ്കൂളിന് മുന്നിലാണ് ബസ് കാത്തു നിൽക്കുന്നത്. വളരെ നന്നായി പ്രവർത്തിച്ചു വന്നു. പക്ഷേ നിർഭാഗ്യവശാൽ KSRTC വളരെ അവഗണന ഇതിനോട് കാണിച്ചു. അമ്പലപ്പുഴ പഞ്ചായത്ത് അധികൃതർ പോലും, അല്ലെങ്കിൽ അമ്പലപ്പുഴയിലെ രാഷ്ട്രീയ നേതൃത്വം, ഭരണാധികാരികൾ പോലും, തുടർന്ന് വന്ന ഇവിടുത്തെ ജനപ്രതികൾ, MLA അടക്കമുള്ള ആളുകൾ ഈ ബസ് സ്റ്റേഷനെ ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നതിന് യാതൊരുവിധ പ്രവൃത്തി നടത്തിയില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ മോശമായ അവസ്ഥയിലേക്ക് പോയത്. ബസ് സ്റ്റേഷൻ കെട്ടിടം വൃത്തിയാക്കിയാൽ യാത്രക്കാർക്ക് വെയിലും മഴയും ഏൽക്കാതിരിക്കാം. നിലവിൽ സ്റ്റേഷൻ കെട്ടിടം സ്വകാര്യ വ്യക്തികളുടെ ഇരുചക്ര വാഹനങ്ങളടക്കമുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള കേന്ദ്രമായി മാറി. പെയിന്റ് ചെയ്ത് വൃത്തിയാക്കിയിരിക്കുന്ന കെട്ടിടത്തിൽ ഹരിത കേരള മിഷന്റെ ശുചിത്വ ബോധവൽക്കരണ പരസ്യങ്ങൾ പതിച്ചിട്ടുണ്ടെങ്കിലും കെട്ടിടമാകെ മലിനമായി കിടക്കുകയാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന ബോർഡിന് മുന്നിലാകട്ടെ നിരനിരയായി ഇരുചക്ര വാഹനങ്ങളും. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം പ്രയോജനകരമാകുന്ന വിധത്തിൽ തുറന്നു കൊടുക്കണമെന്നതാണ് യാത്രക്കാരുടെ ആവശ്യം. ഹരിത കേരള മിഷന്റെ മാലിന്യ ബോധവൽക്കരണ പരസ്യങ്ങൾ പതിക്കുവാനൊരിടം എന്നതിനപ്പുറം ഈ ബസ് സ്റ്റേഷൻ കൊണ്ട് പൊതുജനങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ല.
ആലപ്പുഴയിൽ നിന്നും ക്യാമറാമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്. ഈ KSRTC ബസ് സ്റ്റേഷൻ്റെയൊക്കെ അവസ്ഥ അധികൃതർ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ ഒരു അവകാശമാണ് കാത്തിരിപ്പ് കേന്ദ്രം, വൃത്തിയായുള്ളൊരു കാത്തിരിപ്പ് കേന്ദ്രം, സമാധാനത്തോടു കൂടിയുള്ളൊരു കാത്തിരിപ്പ് കേന്ദ്രം. ഒപ്പം അവർക്ക് ബസ് കാത്ത് നിൽക്കുന്ന അവിടെ ഒരു മഴയും വെയിലും ഏറ്റൊക്കെ ഈ ബസ് കാത്ത് നിൽക്കുക എന്ന് പറയുന്നത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. ഇത്ര വലിയൊരു കെട്ടിടമൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ രീതിയിൽ ചോർന്നൊലിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറെ പരിതാപകരമാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി മുസ്ലിം ലീഗ് കണ്ടെത്തിയ ഭൂമി നിയമക്കുരുക്കിൽ. തൃക്കൈപ്പറ്റ വില്ലേജിൽ വാങ്ങിയ ഭൂമിയിൽ ഒരു ഭാഗം തോട്ടഭൂമിയാണെന്ന വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിൽ വൈത്തിരി താലൂക്ക് ലാൻഡ് ബോർഡ് ഭൂവുടമകളിൽ നിന്ന് വിശദീകരണം തേടിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിലാണ് ഈ ഭൂമി രജിസ്റ്റർ ചെയ്തത്. ദുരന്തബാധിതരുടെ ഭവന നിർമ്മാണത്തിനായി വാങ്ങിയ 11 ഏക്കർ ഭൂമിയിലെ ഒരു ഭാഗം കാപ്പിത്തോട്ടം തരം മാറ്റിയതെന്നാണ് തൃക്കേപ്പറ്റ വില്ലേജ് ഓഫീസർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. തുടർ നടപടികൾക്കായി കണിയാമ്പറ്റ സോണൽ ബോർഡ് ഓഫീസർക്ക് കൈമാറിയ റിപ്പോർട്ടിലാണ് ഭൂ ഉടമയായിരുന്ന കല്ലങ്കോട് മൊയ്തുവിന് നോട്ടീസ് അയച്ചത്. ലാൻഡ് ബോർഡിൽ രേഖകൾ സഹിതം ഹാജരായി വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. പ്രസ്തുത ഭൂമി കല്ലങ്കോടൻ മൊയ്തുവിന് ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇളവ് നൽകിയ 11.12 ഏക്കറിൽപ്പെട്ടതായതിനാൽ തോട്ടഭൂമി തരം മാറ്റിയതിൽ ഭൂവുടമയ്ക്ക് ബോധിപ്പിക്കാനുള്ള വിശദീകരണം അറിയിക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. എന്നാൽ ഭൂമിയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലെന്നാണ് ലീഗ് നിലപാട്. 1000 ചതുരശ്ര അടിയുള്ള 105 വീടുകൾ നിർമ്മിക്കാനാണ് ലീഗ് പദ്ധതിയിട്ടത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുകയും ചെയ്തു. അതേസമയം നിയമക്കുരുക്കിൽപ്പെടുന്ന ഭൂമി വാങ്ങി ദുരന്തബാധിതരെ മുസ്ലിം ലീഗ് അവഹേളിച്ചുവെന്നാണ് CPM വിമർശനം. അമൃത ന്യൂസ്, വയനാട്. സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട ഏറെ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നടക്കുകയാണ്. സമസ്ത കേരള ജമാഅത്ത് ഉലമ പ്രത്യക്ഷ സമരവുമായൊക്കെ രംഗത്ത് വന്നത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ്. എന്നാൽ ഈ സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിനെതിരെ കാന്തപുരം വിഭാഗം സമരത്തിനില്ല. മദ്രസ വിദ്യാഭ്യാസത്തെ ബാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ നടക്കുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് സമസ്ത സുന്നി AP വിഭാഗത്തിന്റെ വിലയിരുത്തൽ. സമസ്ത EK വിഭാഗത്തിനൊപ്പം ചേർന്ന് സമരത്തിനില്ലെന്നാണ് കാന്തപുരത്തിന്റെ നിലപാട്. സ്കൂൾ സമയമാറ്റത്തിനെതിരെ സമസ്ത EKയുടെ സമരപ്രഖ്യാപനത്തെ തള്ളി കാന്തപുരം വിഭാഗം. ഹൈസ്കൂൾ സമയം 15 മിനിറ്റ് നേരത്തെയാക്കുന്നത് മദ്രസ പഠനത്തെ ബാധിക്കില്ലെന്നും കാന്തപുരം വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. സ്കൂൾ സമയം രാവിലെ 8 മുതലാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിച്ചപ്പോൾ മൗനത്തിലായ സംഘടനകളാണിപ്പോൾ പിണറായി സർക്കാരിനെതിരെ രംഗത്തു വന്നിട്ടുള്ളത്. സമസ്ത EK വിഭാഗത്തിനും ജമാഅത്തെ ഇസ്ലാമിക്കും കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. അതിൽ തല വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് കാന്തപുരം വിഭാഗത്തിന്റെ നിലപാട്. 2 ഷിഫ്റ്റായാണ് മദ്രസ പഠനം നടക്കുന്നത്. രാവിലെ 6:30 തുടങ്ങുന്ന ആദ്യ ഷിഫ്റ്റിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും രണ്ടാമത്തെ ഷിഫ്റ്റിൽ LP UP തലങ്ങളിലെ ചെറിയ കുട്ടികളും മദ്രസയിൽ പോകുന്നു. പിന്നെ എങ്ങനെയാണ് ഹൈസ്കൂൾ സമയമാറ്റമുണ്ടായാൽ മദ്രസ പഠനത്തെ ബാധിക്കുകയെന്നും കാന്തപുരം വിഭാഗം ചോദിക്കുന്നു. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ സർക്കാർ നിലപാടിനൊപ്പം നിൽക്കാനാണ് കാന്തപുരം വിഭാഗത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇതിന്റെ കൂടുതൽ വിലയിരുത്തലുകളുമായി കോഴിക്കോട് നിന്ന് MM രാകേഷ് ഉണ്ട്. രാകേഷ്, ഈ മുസ്ലിം ലീഗ് നേരത്തെ ഈ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട സമരത്തിനില്ലെന്ന് നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ SKMMA ആണെങ്കിൽ പ്രത്യക്ഷ സമരവുമായി രംഗത്തുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഈ കാന്തപുരം വിഭാഗം ഇത്തരത്തിൽ സർക്കാരിനെതിരെ പ്രത്യക്ഷമായ ഒരു സമരത്തിനും പോകേണ്ട എന്നൊരു നിലപാടിലേക്ക് അവർ എത്തിയത്? മായ, നേരത്തെ തന്നെ കാന്തപുരം വിഭാഗം ഈ വിഷയത്തിൽ സർക്കാർ കൂടിയാലോചനകൾ നടത്തണമെന്നുള്ള ഒരു അഭിപ്രായം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പ്രത്യക്ഷ സമരത്തിലേക്ക് ഉണ്ട് എന്നുള്ള യാതൊരു തരത്തിലുള്ള സൂചനയും കാന്തപുരം വിഭാഗം നൽകിയിട്ടില്ല. നമുക്കറിയാം, ഇടതുപക്ഷ സർക്കാരുമായി വിവിധ ഘട്ടങ്ങളിലെല്ലാം തന്നെ ചേർന്ന് പോകുന്ന നിലപാടാണ് കാന്തപുരം വിഭാഗവും സ്വീകരിച്ചു വന്നിട്ടുള്ളത്. നേരത്തെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സമസ്ത EK വിഭാഗം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ആശങ്കകൾ അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ നേരത്തെ തന്നെ വിവിധ ഘട്ടങ്ങളിൽ സമസ്ത EK വിഭാഗത്തിന് അനുകൂലമായ ചില നിലപാടുകൾ എടുക്കുമെന്നുള്ള സൂചനകളും സമസ്തയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അതേസമയം അത്തരത്തിലുള്ള യാതൊരു നീക്കവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രസ്താവനയോടുകൂടി തന്നെ വ്യക്തമായിട്ടുള്ളത്. അതായത് ഇത് തങ്ങൾ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, ഹൈക്കോടതിയുടെ കൂടെ നിലപാടിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം വിദ്യാഭ്യാസ വകുപ്പിന് എടുക്കേണ്ടി വന്നിട്ടുള്ളത്. രാവിലെ
15 മിനിറ്റും വൈകുന്നേരം 15 മിനിറ്റും കൂട്ടുന്നതിലൂടെ ഹൈക്കോടതിയുടെ നിർദ്ദേശം 1100 മണിക്കൂർ എന്നുള്ള ഒരു പഠന സമയം അതിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇതിൽ എല്ലാവരും സഹകരിക്കണം, അതിൽ ആർക്കും പിടിവാശി വേണ്ട കാര്യമില്ല എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിൽ കൂടെയാണ് സമസ്ത ഇ കെ വിഭാഗം നിലപാട് കടുപ്പിക്കുന്നത്. അതായത് തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചു പോന്നിരുന്ന സർക്കാർ അത്തരത്തിലുള്ള ഒരു നീക്കത്തിൽ നിന്ന് പിറകോട്ട് പോവുകയാണെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് തന്നെയാണ് സമസ്ത നീങ്ങുന്നത്. ഈ വരുന്ന ആഗസ്റ്റ് 5-ന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും മാർച്ച് നടത്താനാണ് സമസ്തയുടെ തീരുമാനം. അതിനുശേഷം സെപ്റ്റംബർ 30-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള സമര പരിപാടികളുമായി സമസ്ത മുന്നോട്ട് പോവുകയാണ്. ഇതേസമയം സമസ്ത സർക്കാരിനെതിരെ സമ്മർദ്ദം ശക്തമാക്കുമ്പോൾ മുസ്ലിം ലീഗും സമസ്തയെ പിന്തുണച്ചുകൊണ്ട് അല്ലെങ്കിൽ മത നിലപാടുകളെ അല്ലെങ്കിൽ മതപഠനത്തെ ബാധിക്കുന്ന വിഷയത്തിൽ മത നേതാക്കൾ ഉന്നയിക്കുന്ന ആശങ്കയെ സർക്കാർ പരിഗണിക്കണമെന്നുള്ള അഭിപ്രായത്തിലേക്ക് തന്നെയാണ് മുസ്ലിം ലീഗും വരിക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മായ, ശരി, എന്തായാലും സ്കൂൾ സമയ മാറ്റത്തിനെതിരെ സർക്കാരിനെതിരെ സമരത്തിനില്ല എന്നാണ് കാന്തപുരം വിഭാഗം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൻ്റെ വിലയിരുത്തലുകളൊക്കെയാണ് എം രാഗേഷ് കോഴിക്കോട് നിന്ന് നൽകിയത്. ഈ കേരള സർവകലാശാലയിലെ പോര് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ VC-യും രജിസ്ട്രാറും തമ്മിലുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ്. രജിസ്ട്രാർ അനിൽകുമാർ മുഖേന തനിക്കൊരു ഫയലും അയക്കരുതെന്ന് VC മോഹനൻ കുന്നുമ്മൽ ജോയിന്റ് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉടൻ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് ഇടത് അംഗങ്ങളുടെ ആവശ്യത്തിൽ VC ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. അതിനിടെ ചുമതലയൊഴിഞ്ഞ് അവധിയിൽ പോകാൻ മിനി കാപ്പനും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആതിരയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ആതിര, ഈ VC രജിസ്ട്രാർ പോര് ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്. ഇപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വിദ്യാർത്ഥികളെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നിലവിലത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? മായ, ഈ കേരള സർവകലാശാലയിലെ VC രജിസ്ട്രാർ പോര് ഇപ്പോഴും തുടരുകയാണ്. ഈ അടുത്തൊന്നും ആ പോരിലൊരു അയവ് വരുമെന്ന് ഒരു പ്രതീക്ഷ വെക്കേണ്ട എന്നതാണ് ഇനി പുറത്തു വരുന്ന വാർത്തകളൊക്കെ ഒരു വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ VC-യുടെ നിർദ്ദേശം കണക്കിലെടുക്കാതെ രജിസ്ട്രാറായ സസ്പെൻഷൻ റദ്ദാക്കി ചുമതല ഏറ്റെടുത്ത രജിസ്ട്രാറായ KS അനിൽകുമാർ യൂണിവേഴ്സിറ്റിയിലെത്തി അദ്ദേഹം ഈ ചുമതലകളൊക്കെ വഹിച്ചിരുന്നു. എന്നാൽ ഈ VC ഇത്തരത്തിൽ ഈ അനിൽകുമാർ യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നതിനെയൊക്കെ തന്നെ വലിയ രീതിയിൽ വിലക്കിയിട്ടുണ്ടെങ്കിലും ആ വിലക്കൊന്നും കണക്കിലെടുക്കാതെയാണ് KS അനിൽകുമാർ യൂണിവേഴ്സിറ്റിയിൽ എത്തിയത്. അതിനുശേഷം ഇപ്പോൾ നിലവിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു ഭരണസ്തംഭനമുണ്ട്. കാരണം ഒരു രജിസ്ട്രാറുടെ കസേരയ്ക്ക് 2 അവകാശികളുള്ള ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഈ ഭരണസ്തംഭനം ഒഴിവാക്കാനായി ഒരു സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് ഇടത് അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ആവശ്യത്തോടെ ഒരു അനുകൂല നിലപാടല്ല VC ആയിട്ടുള്ള മോഹനൻ കുന്നുമ്മേൽ സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം ഈ ഒരു ആവശ്യത്തോട് മുഖം തിരിച്ചു തന്നെയാണ് നിലവിൽ നിൽക്കുന്നത്. ഈ ഇടത് അംഗങ്ങളുടെ ആവശ്യങ്ങളോട് ഒരു തരത്തിലുള്ള അനുകൂല നിലപാടും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. അതേസമയം ഈ നിരവധി ഫയലുകളാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ കെട്ടിക്കിടക്കുന്നത്. ഈ താൽക്കാലിക ചുമതല കൈമാറിയിട്ടുള്ള രജിസ്ട്രാറായ മിനി കാപ്പൻ തൻ്റെ ഈ ചുമതലയിൽ നിന്നും ഒരു അവധിയെടുത്ത് അല്ലെങ്കിൽ ഈ ചുമതലയിൽ നിന്നും ഒഴിവാക്കണമെന്ന് VC-യോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം നിലവിലെ ഒരു സങ്കീർണമായ സ്ഥിതിയാണ് യൂണിവേഴ്സിറ്റിയിലുള്ളത്. ഈ ഒരു സമ്മർദ്ദത്തിൽ നിന്നുകൊണ്ട് തനിക്ക് ചുമതല നിർവഹിക്കാൻ സാധിക്കുന്നില്ല, ഇല്ലെങ്കിൽ ഈ ചുമതല നിർവഹിക്കുന്നത് ബുദ്ധിമുട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മിനി കാപ്പൻ തന്നെ ഈ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് VC-യോട് ഇത്തരത്തിൽ ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നതായി സൂചനയുണ്ട്. പക്ഷേ VC ഇതിനെക്കുറിച്ചൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ പുറത്തു പറഞ്ഞിട്ടില്ല. എന്നാൽ അതേസമയം ഈ BJP അംഗങ്ങൾ ഈ ഒരു ഭരണ പ്രതിസന്ധി ഒഴിവാക്കാനായി BJP അംഗങ്ങൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ നിലനിൽക്കുന്ന ഈ ഒരു ഭരണ പ്രതിസന്ധി, അതായത് ഈ സസ്പെൻഷൻ റദ്ദാക്കി ചുമതല ഏറ്റെടുത്ത KS അനിൽകുമാർ ഈ ഫയലുകളൊക്കെ തന്നെ പരിശോധിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് BJP അംഗങ്ങൾ, ഈ സിൻഡിക്കേറ്റിലെ BJP അംഗങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ഫയലുകളൊക്കെ തന്നെ ഈ VC-യുടെ അനുമതിയില്ലാതെ ഇവിടെ പരിശോധിക്കുന്നത് നിയമപരമായി തെറ്റാണെന്നും ഈ ഫയലുകൾ രജിസ്ട്രാറായ KS അനിൽകുമാർ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയെ ഈ BJP അംഗങ്ങൾ സമീപിച്ചിരിക്കുന്നത്. അതായത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ VC-ആയ മോഹനൻ കുന്നുമ്മേൽ KS അനിൽകുമാറിൻ്റെ ഒരു തരത്തിലുള്ള ഫയലുകളും തനിക്ക് മുൻപിൽ എത്തരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ
KS അനിൽകുമാർ 3 ഫയലുകളാണ് ഇത്തരത്തിൽ മോഹനൻ കുന്നുമ്മലിൻ്റെ ഒരു അനുമതിക്കായി മോഹനൻ കുന്നുമ്മലിന് അയച്ചിട്ടുള്ളത്. പക്ഷേ ഈ 3 ഫയലുകളും അദ്ദേഹം തിരിച്ചയച്ചു. മറിച്ച് മിനി കാപ്പൻ അയച്ച 25ഓളം ഫയലുകൾ അദ്ദേഹം അനുമതി നൽകുകയും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇനി അടുത്ത കാലത്തൊന്നും ഈ പോര് മുറുകുക തന്നെ ചെയ്യുകയുള്ളൂ എന്നാണ് നിലവിൽ ഈ വിവരങ്ങളൊക്കെ തന്നെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പോര്, ഈ ഒരു ഭരണ പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാകുന്നത് അവിടുത്തെ വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഡിഗ്രി PG വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ മുതലായ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഇത്തരത്തിലൊരു കസേരയ്ക്ക് 2 രജിസ്ട്രാർ, VC നിയമിച്ചൊരു രജിസ്ട്രാർ, മറുവശത്ത് സിൻഡിക്കേറ്റ് നിയമിച്ചൊരു രജിസ്ട്രാർ, രണ്ടുപേരും ഈ ഒരു തരത്തിൽ നിൽക്കുമ്പോൾ, ഒരു കസേരയ്ക്ക് 2 അവകാശികൾ നിൽക്കുമ്പോൾ ഈ ഫയലുകൾ സംബന്ധിച്ചും ഇത്തരത്തിൽ ഫയലുകളൊക്കെ അവിടെ കെട്ടിക്കിടക്കുകയാണ്. ഈ ഫയലുകൾ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു അംഗീകാരം സംബന്ധിച്ചൊക്കെ തന്നെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഈ വിദ്യാർത്ഥികളുടെ അഡ്മിഷനും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധിയാണ് നിലവിലുള്ളത്. ഈ അഡ്മിഷൻ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ നിലവിലൊന്നും തീരുമാനമാകാതെയുള്ളൊരു സാഹചര്യം കൂടി നിലവിലെ ഒരു സാഹചര്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അതേസമയം മിനി കാപ്പൻ്റെ ഫയലുകൾ VC ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ KS അനിൽകുമാറിനെ, ഈ സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദാക്കിയ KS അനിൽകുമാറിൻ്റെ ഒരു തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെയും ഗൗനിക്കാതെയാണ് VC തൻ്റെ നിലപാടിൽ ശക്തമായി ഉറച്ചു നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം SFI, DYFI തുടങ്ങിയ സംഘടനകളൊക്കെ തന്നെ ഇപ്പോഴും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് ഈ സംഘടനകളുടെ തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ SFIയും DYFIയും പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഈ പ്രതിഷേധത്തിൽ പോലീസ് ജലപീരങ്കി ഉൾപ്പെടെ പ്രയോഗിച്ചിരുന്നു. ഈ യൂണിവേഴ്സിറ്റി, കേരള സർവകലാശാല ഒരു വലിയ സംഘർഷ ഭൂമിയായി മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇത് വിദ്യാർത്ഥികളുടെ പഠനത്തെ, വിദ്യാർത്ഥികളുടെ ഒരു പ്രതിസന്ധി, വിദ്യാർത്ഥികൾക്ക് ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ പഠിക്കാനുള്ളൊരു സാഹചര്യം ആണ് ഈ ഒരു നിലയിൽ ഈ സർവകലാശാലയിൽ ഇല്ലാതായിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെ തുടരും. ശരി ആതിര, അത് തന്നെയാണ് കേരള സർവകലാശാലയിലെ VC രജിസ്ട്രാർ പോര് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഈ സർവകലാശാലയിൽ ഉണ്ടാകുന്ന ഭരണസ്തംഭനം അത് വിദ്യാർത്ഥികളെ തന്നെയാണ്. അവരുടെ പല രീതിയിലുള്ള മുന്നോട്ടുള്ള അവരുടെ ആ ഒരു ഭാവിയിലുള്ള ആ ഒരു അവരുടെ തുടർ പഠനം ഇതിലടക്കം അത് ബാധിക്കുന്നുണ്ട്. ഇതിൽ പരിഹാരമുണ്ടാക്കേണ്ടവർ തന്നെ 2 തട്ടിലാണ്, ഗവർണറും ഒപ്പം സംസ്ഥാന സർക്കാരും. അതുകൊണ്ട് തന്നെ ഇതിന് ഉടൻ തന്നെ ഒരു പരിഹാരമുണ്ടാകുമെന്നും അത് സമീപ ഭാവിയിൽ ഒരു പരിഹാരമുണ്ടാകുക എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ പരിഹാരമുണ്ടാക്കേണ്ടവർ തന്നെ 2 തട്ടിൽ നിൽക്കുമ്പോൾ ഇത് കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അതിരെയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഇനി കോഴിക്കോട്ട് നിന്നുള്ളൊരു വാർത്തയാണ്. കോഴിക്കോട്, ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലെ PMSSY ബ്ലോക്കിലേക്ക് സ്റ്റാഫ് നഴ്സുമാരെ ഏജൻസി മുഖാന്തരം നിയമിക്കാനുള്ള നീക്കത്തിനെതിരെ കേരള ഗവൺമെൻറ് നഴ്സസ് അസോസിയേഷൻ രംഗത്ത്. 2026 ജനുവരി 31 വരെ കാലാവധിയുള്ള PSC റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ സംസ്ഥാന സർക്കാർ പുറം കരാർ നിയമനത്തിന് ഉത്തരവിറക്കിയതിൽ പ്രതിഷേധിച്ചാണ് ഇടതുപക്ഷ അനുഭാവ സംഘടനയായ KGNA രംഗത്തെത്തിയത്. പുതിയ PMSSY ബ്ലോക്ക് കേന്ദ്ര സർക്കാരാണ് നിർമ്മിച്ചതെങ്കിലും കോഴിക്കോട്, ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലേക്ക് നിയമനം നടത്താൻ ഉത്തരവിറക്കിയത് സംസ്ഥാന സർക്കാരാണ്. പുറം കരാർ നിയമനത്തിനെതിരെ നേരത്തെ കോൺഗ്രസ് ആണ് രംഗത്ത് വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഇടതുപക്ഷ അനുഭാവമുള്ള KGNA ഉൾപ്പെടെയുള്ള സംഘടനകളും ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. സംഘടന ഇത് കൃത്യമായി ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തിയിട്ടുണ്ട്, നിവേദനം നൽകിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് സംഘടന ഇപ്പോഴും തിരിച്ചറിയുന്നത് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ രാഷ്ട്രീയ നിയമനത്തിനുള്ള ശ്രമം നടക്കുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയ വിഷയത്തിലാണ് ഇടതുപക്ഷ അനുഭാവ സംഘടനയായ KGNA പ്രത്യക്ഷ സമരത്തിനിറങ്ങിയത്. ഇടതു സർക്കാരിനെ പരസ്യമായി കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ നടപടിയുണ്ടായിട്ടില്ലെന്ന് KGNA നേതാക്കൾ പറയുന്നു. KGNA മാർച്ച് ഉദ്ഘാടനം ചെയ്തതാവട്ടെ CITU സംസ്ഥാന കമ്മിറ്റി അംഗം M ഗിരീഷും. നവോദാരവൽക്കരണ നയങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവണതയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അത് തീരെ ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ചില്ല. ഈ സർക്കാർ ഏറ്റവും കൃത്യമായി ആരോഗ്യ മേഖലയെ പൊതുമേഖലയിൽ നിലനിർത്തി സംരക്ഷിക്കണം എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ, ഈ നയങ്ങളെല്ലാം തലയിൽ പേറിയിട്ടുള്ളവർ, ആ നയം നടപ്പിലാക്കാനുള്ള ശ്രമം ഇതിൻ്റെ ഇടയിലൂടെ ഒളിച്ചു കടത്തുകയാണ്. കെട്ടിടം കേന്ദ്രത്തിൻ്റെതാണെങ്കിലും പുറം കരാറിന് ഉത്തരവിറക്കിയ സംസ്ഥാന സർക്കാർ ഈ വിഷയം എങ്ങനെ നേരിടുമെന്നാണ് ഇനി അറിയാനുള്ളത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.
സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സ്റ്റാഫ് നഴ്സുമാരെ നിയമിക്കാൻ PSC തയ്യാറാക്കിയ 1830 പേരുടെ മെയിൻ ലിസ്റ്റും 1757 പേരുടെ സപ്ലിമെന്ററി ലിസ്റ്റും നിലനിൽക്കുന്നുണ്ട്. ഈ 2026 ജനുവരി 31 വരെ കാലാവധിയുള്ള ഈ റാങ്ക് ലിസ്റ്റ് അവഗണിച്ച് നിയമനം നടത്തുമ്പോൾ തങ്ങളുടെ അവസരമാണ് നഷ്ടപ്പെടുന്നതെന്നാണ് റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നത്. മെഡിക്കൽ കോളേജിലോട്ട് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 തസ്തികയിൽ യോഗ്യത നേടിയ റാങ്ക് ഹോൾഡേഴ്സാണ്. ഞങ്ങൾ ഇവരെ പിന്തുണച്ചുകൊണ്ടാണ് വന്നത്. കാരണം ഈ ഔട്ട്സോഴ്സ് നഷ്ടം സംഭവിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഞങ്ങൾ റാങ്ക് ഹോൾഡേഴ്സാണ്. ഞങ്ങളേറെ പ്രതീക്ഷയോടെ നോക്കിയിരുന്നൊരു പോസ്റ്റ് ക്രിയേഷൻ ആയിരുന്നു ഇത്. തീർച്ചയായിട്ടും അത് PSCക്ക് തന്നെ കിട്ടുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ അവർ ഔട്ട്സോഴ്സ് ചെയ്തപ്പം ഞങ്ങളാണ് ഏറെ നിരാശയിലായിരിക്കുന്നത്. അപ്പം ഇത് പിൻവലിച്ചുകൊണ്ട് ഈ ഔട്ട്സോഴ്സ് ചെയ്യാനുള്ള തീരുമാനം ഗവൺമെൻറ് പിൻവലിച്ചുകൊണ്ട് ആ പോസ്റ്റ് PSCക്ക് വിട്ടുകൊടുത്തോണ്ട് ഞങ്ങൾ റാങ്ക് ഹോൾഡേഴ്സിനെ അതിൽ പരിഗണിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. 1-2 വർഷം അല്ലെങ്കിൽ 3 വർഷം വരെ അത്രയും കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിച്ചിട്ടാണ് ഒരു 2000 ലിസ്റ്റിൻ്റെ ഉള്ളിലൊക്കെ വരുന്നത്. കാരണം ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അപ്പോൾ അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചിട്ടാണ് ഈ ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ അത് ഒരു പുറം ഏജൻസിക്ക് കൊടുക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സർക്കാരിനോട് ഈ ഏജൻസിക്ക് കൊടുക്കുന്ന ഉത്തരവ് പിൻവലിച്ചിട്ട് അത് ഞങ്ങൾ റാങ്ക് ഹോൾഡേഴ്സിന് തന്നെ നിയമിക്കണം, PSCക്ക് തന്നെ തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പാലക്കാട് പുൽപ്പുള്ളിയിൽ കാറിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ അമ്മയുടെയും കുട്ടികളുടെയും ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് പരിക്കേറ്റ അമ്മ എൽസിയെയും മക്കളായ 6 വയസ്സുകാരൻ ആൽഫ്രഡ്, 3 വയസ്സുകാരി എമിൽ എന്നിവരെയും കൊച്ചി മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബേൺ ICUവിൽ വിദഗ്ധ ചികിത്സയിലാണ് മൂവരും. ചികിത്സയും നിരീക്ഷണവും തുടരുകയാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് ഈ അപകടം നടന്നത്. മക്കളുമായി വീടിന് പുറത്തു പോകാൻ എൽസി കാർ സ്റ്റാർട്ട് ചെയ്ത ഉടൻ തീപിടിക്കുകയായിരുന്നു. എൽസിയുടെ മൂത്ത മകൾ 10 വയസ്സുകാരി അലീനയ്ക്കും എൽസിയുടെ അമ്മ ഡെയ്സിക്കും പരിക്കേറ്റിരുന്നു. ഇവർ ഇരുവരും പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇനി വിപണി വിലയിരുത്തലാണ്. ജിയോജിത് ഫിനാൻഷ്യൽ സർവീസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ K. ദിലീപ് ചേരുന്നു. ദിലീപ്, പോയ വാരം വിപണിയെ എങ്ങനെ വിലയിരുത്തുന്നു? ഒപ്പം വരും ദിവസങ്ങളിൽ വിപണിയിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാം? TCSന്റെ പ്രവർത്തന ഫലം വിപണിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിൽപ്പന സമ്മർദ്ദം വിപണിയെ നഷ്ടത്തിലാക്കി. കഴിഞ്ഞ ആഴ്ച നഷ്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. മുൻനിര സൂചികയായ നിഫ്റ്റി പ്രധാന സാങ്കേതിക നിലവാരമായ 25,200 എന്ന നിലവാരത്തിന് താഴെ വ്യാപാരം അവസാനിപ്പിച്ചു. TCSന്റെ പ്രവർത്തന ഫലത്തിന് മുൻപേ തന്നെ വിപണിയിൽ ഒരു വിൽപ്പന സമ്മർദ്ദം രൂപപ്പെട്ടിരുന്നു. പ്രവർത്തന ഫലം പുറത്തു വന്നതോടുകൂടെ വലിയൊരു വിൽപ്പന IT മേഖലയിൽ ഉണ്ടാവുകയും ഒപ്പം തന്നെ അത് മറ്റു മേഖലകളിലേക്ക്, പ്രത്യേകിച്ചും ബാങ്കിങ് മേഖലകളിലേക്കും വ്യാപിക്കുകയായിരുന്നു. മറ്റൊന്ന് റിലയൻസിൻ്റെ വിപണിയിൽ ഉണ്ടായിട്ടുള്ള ഒരു നഷ്ടമായിരുന്നു. റിലയൻസ് ജിയോ IPO നീട്ടിവെച്ച സാഹചര്യം വിപണി ഉൾക്കൊള്ളാഞ്ഞതുകൊണ്ടാവും റിലയൻസ് ഇൻഡസ്ട്രീസിലും വലിയ തോതിലൊരു വിൽപ്പന കഴിഞ്ഞ ദിവസം പ്രകടമായിരുന്നു. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ വിൽപ്പന തുടർന്നതോടെ വിപണിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമായിരുന്നു. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ വിൽപ്പന സമ്മർദ്ദം തുടർന്നേക്കാം. അതിന് ഏറ്റവും പ്രേരകമായ ഘടകമായി പ്രവർത്തിക്കുക ഇനി വരാനിരിക്കുന്ന ബാങ്കിങ് മേഖലയിലെ പ്രധാന ഓഹരികളായ ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക് തുടങ്ങിയവയുടെ പ്രവർത്തന ഫലങ്ങളായിരിക്കും. അടുത്ത ആഴ്ചയാണ് ബാങ്കിങ് മേഖലയിലെ പ്രവർത്തന ഫലം പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ചായിരിക്കും വിപണിയിൽ ഒരു നീക്കം സാധ്യമാവുക. അതുവരെ ഇപ്പോഴത്തെ 25,200, 25,700 എന്നുള്ള നിലവാരത്തിനിടയിൽ വിപണി നീങ്ങുമെന്ന് തന്നെയാണ് കരുതുന്നത്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും ഈ ഒരു അവസരത്തിൽ നിർണായകമായിരിക്കും. ഇന്നലെയും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വലിയ വിൽപ്പന, ഏതാണ്ട് 5,000-ഓളം കോടി രൂപയുടെ വിൽപ്പനയാണ് നടത്തിയിരുന്നത്. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ 3,500 കോടി രൂപയുടെ നിക്ഷേപത്തിന് വീഴ്ചയെ പ്രതിരോധിക്കാനായതുമില്ല. വരും ദിവസങ്ങളിലും അവരുടെ നിലപാടുകൾ നിർണായകമായിരിക്കും. ഒപ്പം തന്നെ ആഗോള സാഹചര്യങ്ങളും വ്യക്തമാവേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ട്രംപ് വീണ്ടും താരിഫുമായി പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് US വിപണിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം US വിപണിയിൽ നേട്ടമായിരുന്നെങ്കിൽ ഇന്നലെ US വിപണിയിൽ വിൽപ്പന സമ്മർദ്ദത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടായി. വരും ദിവസങ്ങളിൽ ഈ ഘടകങ്ങളെല്ലാം വിപണിയുടെ നീക്കത്തിൽ നിർണായകമായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ തന്നെയായിരിക്കും ഏറ്റവും നിർണായകമാവുക. ശരി, വിപണി വിലയിരുത്തുകയായിരുന്നു K. ദിലീപ്. പ്രമുഖ തെന്നിന്ത്യൻ നടി കല്യാണി പ്രിയദർശൻ ഇൻഡ്രോയലിന്റെ ബ്രാൻഡ് അംബാസിഡറായി. പ്രഖ്യാപന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടറും ഗ്രൂപ്പ് ചെയർമാനുമായ സുഗതൻ ജനാർദ്ദനൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ റെജി ജോർജ്, ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ രാജേഷ് PR, ചീഫ് ടെക്നിക്കൽ ഓഫീസർ ആദർശ് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. കല്യാണിയുമായുള്ള സഹകരണം പാരമ്പര്യത്തിൽ വേരൂന്നിയ ഒരു ലൈഫ് സ്റ്റൈൽ ബ്രാൻഡായി മാറുന്നതിനുള്ള ഇൻഡ്രോയലിന്റെ യാത്രയെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് മാനേജിംഗ് ഡയറക്ടർ സുഗതൻ ജനാർദ്ദനൻ പറഞ്ഞു. കർഷകരെ ദുരിതത്തിലാക്കി ഇടുക്കി ജില്ലയിൽ ഏലത്തിന് തട്ടമറിച്ചിലും അഴുകലും വ്യാപകം. ഇതോടെ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കഴിഞ്ഞ 1 മാസം കൊണ്ട് ഏലത്തിന്റെ ശരവും ചിമ്പുകളും വ്യാപകമായി അഴുകി നശിച്ചു.
ഇടുക്കിയിലെ രാജകുമാരി, രാജാക്കാട്, ശാന്തൻപാറ, പാമ്പാടുംപാറ, ഉടുമ്പൻചോല, വണ്ടൻമേട്, കുമളി തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് ഏലത്തിന് തട്ടമറിച്ചിലും അഴുകലും വ്യാപകമായിരിക്കുന്നത്. 15% മുതൽ 30% വരെ ഉത്പാദനം കുറയുമെന്നാണ് കാർഷിക വിദഗ്ധരുടെ വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം മഴക്കുറവ് കൊണ്ട് ചെടികൾ ഉണങ്ങി ഉത്പാദനം കുറഞ്ഞുവെങ്കിൽ ഈ വർഷം തുടർച്ചയായി പെയ്ത കനത്ത മഴയെ തുടർന്ന് ചെടികൾ അഴുകി നശിച്ചു. മെയ് പകുതി മുതൽ ജൂൺ 30 വരെ ജില്ലയിൽ തുടർച്ചയായി പെയ്ത മഴ ഏലം കർഷകന്റെ പ്രതീക്ഷകളെയാണ് തകിടം മറിച്ചത്. തുടർച്ചയായിട്ട് മഴ പെയ്ത ഏലം തട്ടമറിച്ചിൽ, അഴുകല് എല്ലാം കർഷകരെ ബാധിച്ച് ഒരു 30% ഏലക്കായുടെ കുറവ് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം. ഇനി ഇങ്ങനെ തുടർച്ചയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് മൊത്തം അഴുകി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇതിപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള പൈസ തികയുന്നൊന്നുമില്ല. കാരണം നല്ല വിലയിലാണ് എല്ലാവരും ഇപ്പം തോട്ടങ്ങൾ എടുത്തേക്കുന്നത്. ഇപ്പം ഇതിൽ ഉൽപ്പാദനം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് നഷ്ടത്തിലേക്ക് തന്നെ വരും. ജൂണിലെ കനത്ത മഴയിലും കാറ്റിലും 100 കണക്കിന് ഹെക്ടർ സ്ഥലത്തെ ഏലം കൃഷി ഒടിഞ്ഞു നശിച്ചിരുന്നു. വലിയൊരു ഭാഗം വിളവും ഇതോടെ കർഷകർക്ക് നഷ്ടപ്പെട്ടു. കർക്കിടകത്തിൽ വരാനിരിക്കുന്ന മഴയെ ഓർത്ത് ഭീതിയിലാണ് കർഷകർ. അമൃത ന്യൂസ്, ഇടുക്കി. ഒടുവിൽ കീം പരീക്ഷയിൽ പഴയ ഫോർമുലയിൽ പ്രവേശന നടപടികൾ സർക്കാർ ആരംഭിച്ചു. ഈ മാസം 16 വരെ അപേക്ഷ നൽകാമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. ആദ്യ അലോട്ട്മെന്റ് പട്ടിക 18-ന് പ്രസിദ്ധീകരിക്കും. റാങ്ക് പട്ടിക പുനഃക്രമീകരിച്ചതിൽ പരാതികൾ വ്യാപകമാകുമ്പോഴും കോടതി വിധിക്കനുസരിച്ച് മുന്നോട്ടു പോകുന്നുവെന്നാണ് സർക്കാർ പറയുന്നത്. പരാതിയുള്ള കുട്ടികൾക്ക് കോടതിയെ സമീപിക്കാമെന്ന ന്യായവും സർക്കാർ നിരത്തുന്നുണ്ട്. ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പ്രത്യേക പൂജകൾ നടക്കും. പകൽ 11-നും 12-നും മധ്യേയുള്ള കന്നിരാശി മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ നടക്കുക. മാളികപ്പുറത്തിന് സമീപമാണ് പുതിയ നവഗ്രഹ ശ്രീകോവിൽ നിർമ്മിക്കുന്നത്. നിലവിലുള്ള നവഗ്രഹ ശ്രീകോവിൽ കൂടുതൽ അഭികാമ്യമായ സ്ഥലത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കണമെന്ന ദേവപ്രശ്ന വിധി അനുസരിച്ചാണ് പുതിയ നവഗ്രഹ ശ്രീകോവിൽ നിർമ്മിച്ചത്. പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പൂജകൾ പൂർത്തിയാക്കി രാത്രി 10 മണിക്ക് നട അടയ്ക്കും. ഇംഗ്ലണ്ടിനെതിരായ 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് 3 വിക്കറ്റ് നഷ്ടം. ഇംഗ്ലണ്ടിന്റെ 1ാം ഇന്നിംഗ്സ് സ്കോറായ 387 റൺസിന് മറുപടിയായി 2ാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 145 റൺസ് എന്ന നിലയിലാണ്. 53 റൺസോടെ KL രാഹുലും 19 റൺസുമായി ഋഷഭ് പന്തുമാണ് ക്രീസിൽ. പിരിയാത്ത 4ാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ രാഹുൽ പന്ത് സഖ്യം ഇതുവരെ 38 റൺസ് എടുത്തിട്ടുണ്ട്. ഓപ്പണർ യശസ്വി ജയ്സ്വാൾ, കരുൺ നായർ, ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യക്ക് 2ാം ദിനം നഷ്ടമായത്. വിംബിൾഡൺ ടെന്നീസ് വനിതാ ചാമ്പ്യനെ ഇന്നറിയാം. രാത്രി 8:30-ക്ക് നടക്കുന്ന ഫൈനലിൽ പോളണ്ട് താരം ഇഗ ഷ്വാറ്റെക് അമേരിക്കൻ താരം അമാൻഡ ആൻസിമോവയെ നേരിടും. ലോക 1ാം റാങ്കുകാരിയായ ബെലാറസിന്റെ അരീന സബലെങ്കയെ അട്ടിമറിച്ചാണ് 23-കാരിയായ അമാൻഡ ആൻസിമോവ ഫൈനലിലെത്തിയത്. സ്വിസ് താരം ബെലിൻഡ ബെൻസ്കിയെ തകർത്താണ് ഇഗയുടെ ഫൈനൽ പ്രവേശനം. 4 തവണ ഫ്രഞ്ച് ഓപ്പൺ കിരീട ജേതാവാണ് ഇഗ. ഇരുവരുടെയും ആദ്യ ഗ്രാൻഡ് സ്ലാം ഫൈനലാണിത്. ഇതോടെ തുടർച്ചയായ 8ാം തവണയും വിംബിൾഡണിൽ പുതിയ ചാമ്പ്യൻ ഉണ്ടാകും. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.